അസ്സലാമു അലൈക്കും. പ്രാർത്ഥനയുടെ ചില സമയങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ ചില സമയങ്ങളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് അറിയുകയും ശ്രദ്ധാപൂർവം ഉപയോഗപ്പെടുത്താനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ച് ചോദിച്ച അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: അർദ്ധരാത്രിയും ഫർള് നിസ്കാരങ്ങൾക്കും ശേഷമാണ് ഏറ്റവും നല്ല സമയം പ്രാർത്ഥനയ്ക്ക്. അതുപോലെ തന്നെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന. ഇക്കാമത്തിനു ശേഷം നിർവഹിക്കുന്ന പ്രാർത്ഥന വളരെ പ്രത്യേകത്തിൽ ഉത്തരം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വിശേഷപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. അതിനാൽ ഭൗതികവും പാരത്രികവുമായ വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ സമീപം സമർപ്പിച്ച് പരിഹാരം നേടാൻ വിശ്വാസികൾ തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു വിശിഷ്ട അവസരമുണ്ട്. പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയം, പ്രത്യേക സമയമൊന്നും പരിധിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും അവൻ നൽകുക തന്നെ ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ, സദക്കകൾ മുൻനിർത്തി പ്രാർത്ഥന നടത്തുന്നതും അതുപോലെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ ഇവരെ ഇടയാളന്മാരാക്കിയിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ നല്ലതാണെന്ന് പണ്ഡിതന്മാർ. അപ്പോൾ നമ്മൾ പ്രാർത്ഥന ചിലർ പറയില്ല അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരൊക്കെ, അപ്പോൾ അവർക്കൊക്കെ ഒരു കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം ലഭിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത്രയൊക്കെ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കുന്നില്ലല്ലോ എന്ന് ധൃതി കാണിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സമയങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇൻഷാ അല്ലാഹ്.